നമുക്കൊന്നും ഒരു എടുത്തു വെച്ചിട്ട് അതെ പിന്നെ എന്തെങ്കിലും ചെയ്തു. പിന്നെ സീഡ്സ് അതൊക്കെ ഉണങ്ങി ചീത്തയാവാത്ത രീതിയിലുള്ള സീഡ്സ് നമ്മൾ ഭംഗിയിൽ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ. ഇത് പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോസസ്സിംഗ് ഒക്കെ നടത്താറുണ്ടോ? അധികം ഉണങ്ങി കഴിഞ്ഞ് പെയിന്റ് അടിച്ചാൽ മതി. വാർണിഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറെ നാൾ എടുക്കാൻ പറ്റും. ഒരുപാട് കാലം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അതെ അതെ അതെ. ഓക്കെ. അങ്ങനെ എന്തൊക്കെ പാഴ്വസ്തുക്കളിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് സാധാരണ ഉണ്ടാക്കുന്നത്? ചക്കരഞ്ഞ് വിടുന്ന പായം കൊണ്ട് ആ പായം കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. വെളുത്തുള്ളിയുടെ പുറമെയുള്ള ഔട്ടർ ലെയർ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. പിന്നെ പീച്ചിങ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ആർട്ടിഫിഷ്യൽ കളേഴ്സ് തന്നെയായിട്ട് അത് തന്നെ പെയിന്റ് ഒന്നും അടിച്ചില്ലെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉണങ്ങിയ ലീഫ് അതെ അതിന് പല കളേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്തിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ലീഫ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണങ്ങിയ ലീഫ് ഉണ്ട്. നല്ല സീഡുകളൊക്കെ അപ്പൊ ഒരു അട്രാക്ഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കൂണൊക്കെ കാണാമല്ലോ. കൂണൊക്കെ നല്ല നമുക്ക് മഷ്റൂം അതല്ല നമുക്ക് മരത്തുമേക്ക് ഉണ്ടാവുന്ന കൂണ് അത് ഉണങ്ങിയാലും നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. വാർണിഷ് ചെയ്താൽ മാത്രം മതി. ശരി. അതൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് അല്ലേ? ഇതെന്താണ്? ഇത് ഏല നമ്മുടെ മതിലിന്മേക്ക് കാണുന്ന ഒരു ഏലാണ്. അതൊരു പീസായിട്ട് ഇങ്ങനെ കിട്ടി. അപ്പൊ അതിങ്ങനെ പെയിന്റ് അടിച്ച് ഉണങ്ങിയതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പെയിന്റ് അടിച്ച് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിപ്പോ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാം, സെറ്റ് ചെയ്യാം. ഇത് ശരിക്കും ഇതല്ലേ ആ ഇലയുടെ നമുക്കിപ്പോ സാധാരണ മതിലൊക്കെ കാണുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ ഉണങ്ങി കിട്ടിയിട്ട് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് സാധാരണ ഒന്നും തോന്നില്ല, അതങ്ങ് കണ്ടുപോകും. പക്ഷെ ദീപയ്ക്കാണ് അതിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് തോന്നിയോണ്ട് അതിൽ ഗോൾഡിന് ഇതൊക്കെ അടിച്ചിട്ട് ഇതിപ്പോ ഒരുപാട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് മാറ്റാം അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊന്നാണ്, ഇതെന്താണ്? ഒരു വള്ളി. ഇത് വള്ളിയാണ്. ഇത് പെയിന്റ് അടിച്ചു. ഇത് കാൻഡിൽ സ്റ്റാൻഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ക്യാൻഡിൽ നമുക്ക് ഇങ്ങനെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പൊ ഒരു കാൻഡിൽ സ്റ്റാൻഡ് ആണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റാൻഡ്. വളരെ രസമുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ലല്ലോ ഇതൊരു കാൻഡിൽ സ്റ്റാൻഡ് ആക്കാവുന്നല്ലേ. ഇതെന്താണ്? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് കൂണാണ്. കൂണിന് പെയിന്റ് അടിച്ചേക്കുന്നു. ഗോൾഡൻ പെയിന്റ് അടിച്ചത്. മരക്കൂണാണോ? അത് അല്ല, മരക്കൂണല്ല. സാധാരണ നമുക്ക് അങ്ങനെ ഉപയോഗം അപ്പൊ അതിന്റെ ഉണക്കിയിട്ട് കളർ ചെയ്തിരിക്കും ഗോൾഡൻ. എന്നിട്ട് അത് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച്മെന്റ് ചെയ്യാം. ഇതും എന്താണ്? ഡ്രൈ ഗ്രാസ് ആണ്. അതിനകത്തേക്ക് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെയോ? ഇത് വെറുതെ ഇത് ചെറിയൊരു സോളർ വുഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു വെച്ചേക്കണ ഒരു ബഡ് പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത പറയാമോ? ഇത് മീനിന്റെ ചെതമ്പലാണിത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. വലിയ മീനിന്റെ ചെതമ്പലാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് പെയിന്റ് അടിച്ചേക്കാണ്. അതിനത് വാഷ് ചെയ്തു, ഷാമ്പു ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം പെയിന്റ് അടിച്ചു. എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ഗ്രാസ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്ലവർ അറേഞ്ച്മെന്റുമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതോ? ഇത് വെളുത്തുള്ളിയുടെ ഫ്ലവർ ആണ്. വെളുത്തുള്ളിയുടെ ഉണ്ടാക്കിയേക്കുന്നതാണ്. വെളുത്തുള്ളിയുടെ ഔട്ടർ ലെയർ തിരിച്ചു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നടുക്ക് ഭാഗം നമ്മൾ നടുവിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു പുല്ല് ഒരു എന്താ പറയാ ഡ്രൈ ഗ്രാസിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല രസമായിട്ട് അതിനിടയിൽ ഏതൊക്കെ വെച്ചിട്ടുണ്ട്? അതൊരു സീഡാണ്. സീഡൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഒരു തടിയാണെന്ന് തോന്നുന്നത്. തടിയില് കൂണുണ്ട്. അതങ്ങനെ തന്നെ എടുത്തത്. ഇതിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡ്സ് പോലെ അങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്? കൂടുതലും വളരെ കളേഴ്സ് കൊടുക്കാതെ നല്ലത് ഗോൾഡൻ കളേഴ്സ് നന്നായി ചേരുന്നുണ്ട്. ഇതിന് വേണ്ടിട്ട് വുഡിനൊക്കെ നന്നായി ചേരുന്നുണ്ട്. ഉണങ്ങിയ ഒരു പോർഷൻ. അതെ, പോർഷനാണ്. സിൽവറിലും നല്ലത് ഗോൾഡൻ. അതെ, ഗോൾഡൻ എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോൾ പൊതുവെ എങ്ങനെയാണ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരുടെ ഒരു അഭിപ്രായം എന്താണ്? ഒത്തിരി സപ്പോർട്ടിംഗ് ആണ് അവര്. അഭിപ്രായം വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രാവശ്യം അപ്പൊ എനിക്ക് തന്നെ ഒരു പുതിയത് ഉണ്ടാക്കാൻ ഒരു പ്രചോദനം വരും എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ ഈ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എന്താണ്?
ചെമ്മീൻ്റെ തല ഉപയോഗിച്ചിട്ട് അതൊരു ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഈ പിന്നെ ചെമ്മീന്റെ മീനിന്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മണം അതൊരു ഇഷ്യൂ ആവില്ല, ഒരു സ്മെല്ല് പ്രശ്നമാവില്ല? അങ്ങനെ നമുക്കത് വാഷ് ചെയ്തൊന്ന് ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഒന്ന് ഉണക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ മണക്ക് മാറിക്കോളും. അപ്പൊ അതൊരു ഇഷ്യൂ അല്ല? അതെ അതെ, കുഴപ്പമില്ല. ഓക്കെ. ഈ ചെമ്മീനും മീനും ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം ഫ്ലവേഴ്സ് ആക്കാം എന്നുള്ളൊരു ഐഡിയ ക്ലിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിങ്ങനെ നമുക്ക് എന്ത് സാധനം കൊണ്ട് നമുക്കത് എന്തെങ്കിലും ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാവുന്നുള്ളത് മനസ്സിലുണ്ടായാൽ മതി. അത് അപ്പം തന്നെ നമുക്കത് വർക്കൗട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അത് സാവധാനം ഇരുന്ന് നമ്മൾ ആലോചിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്നത് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? ഇതല്ലേ നമ്മുടെ ഇത് ചെമ്മീന്റെ തലയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിങ്ങനെ വെറുതെ എന്നിട്ട് ഈർക്കിലിന്മേൽ വെച്ച് വെക്കുന്നു. ഒരു ബീഡും കൊടുത്തേക്കണം, ഒരു ചെറിയ ജസ്റ്റ് ഒരു വെറൈറ്റി പറയുന്നത് കാണിക്കാൻ. ഇതിപ്പോ കുറെ ചെമ്മീൻ എടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതോ? ഇത് ലീഫാണ്, നേരത്തെ നമ്മളെ കാണിച്ചത് ലീഫ് തന്നെയാണ്. കളർ ചെയ്തേക്കുന്നു, ഈ കളർ കൊടുത്തേക്കുന്നു ലീഫിന്. അതായത് ഔട്ടർ പക്ഷെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടോ? മാത്രം നമ്മൾ കളർ ചെയ്തേക്കണം. പിന്നെ ഒട്ടും തന്നെ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടില്ല, അതിന്റെ ഷേപ്പ് അത് തന്നെയാണ്. ഒരു സീഡ് കൊടുത്തേക്കണം നടുവില്, അതുപോലെ മറ്റേ മണിച്ചോളത്തിന്റെ അതും വെച്ചേക്കണം. പിന്നെ വെറുതെ ഒരു കമ്പിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ അറേഞ്ച്മെന്റ് ആണ് ശരിക്കും. ഒരു എനിക്ക് തോന്നുന്നു ഒരു കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇതിപ്പോ ടീപ്പോയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാം. ഓക്കെ. ഇത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് അടക്കയുടെ പാട കവുങ്ങിന്റെ പാട ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നടുവില് മഞ്ചാടിക്കുരു വെച്ച് ചെയ്യുമ്പോൾ ഒരു കളർ കോൺട്രാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രിസ്മസ് ട്രീയുടെ ലീഫാണ് ഉപയോഗിച്ചേക്കുന്നത്. കുറെ കളേഴ്സ് ഞാൻ കൊടുത്തിട്ടില്ല, കളർ കൊടുക്കാതെ ഒരു നാച്ചുറൽ കളേഴ്സ് ഇതിലാണ് വെച്ചേക്കുന്നത്. പിന്നെ പായ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ലുക്ക് വന്നത്, ടോട്ടൽ ഒരു ലുക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടേബിൾ അറേഞ്ച്മെന്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഒരു രസമായിരിക്കും. സാധാരണ കാണുന്ന ഒരു അറേഞ്ച്മെന്റിനെക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പനയോല കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊന്നാണ് അല്ലേ? ഇപ്പൊ ഈ പനയോല കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്ലവർ ആയിട്ട് ഇങ്ങനെ കുറെ ഫ്ലവേഴ്സ് ആയിട്ട് ഇങ്ങനെ പെറ്റല് മാതിരി എടുത്തിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. ശരി. ഇപ്പൊ ഇതിലെന്താ ഫിക്സ് ചെയ്തിരിക്കുന്നത്? എന്തിലാണ്? ഒരു ഈർക്കിലി പോലത്തെ വെച്ചേക്കുന്നത്. ഓക്കെ. ഇത് എന്നിട്ട് ഇല കളർ ചെയ്തേക്കുന്നു. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് അത് മാറ്റി അല്ലേ? ഇത് വെച്ചിട്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്കിത് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ കൊണ്ടുപോയി നടന്ന് ചീത്തയാകും അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി. പൊതുവെ ഇങ്ങനെ ആൾക്കാർക്ക് ഈ പഴവസ്തുക്കളിൽ നിന്നുള്ള വസ്തുക്കളോട് താല്പര്യം ശരിക്കും നല്ല എല്ലാവർക്കും ഭയങ്കര ഇതിങ്ങനെ ചെയ്യാൻ പറ്റൂലോ എന്ന് മനസ്സിലാക്കാൻ പറ്റുണ്ടല്ലോ. അത് ശരി. അത് ശരി. ഇതോ? അത് തെങ്ങിന്റെ ഈ പോർഷൻ നമ്മൾ എന്താ പറയാ, കോഞ്ഞാട്ടം എടുത്തിട്ട് സാധാരണ ജീവിതം കോഞ്ഞാട്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കോഞ്ഞാട്ടം വെച്ചിട്ട് നമ്മള് ഒട്ടും കോഞ്ഞാട്ട ആവാതെ നല്ലൊരു സാധനം ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. അതിന് നടുവിലായിട്ട് തേങ്ങയുടെ തൊപ്പി പോലത്തെ അടിയിലത്തെ ഭാഗം അതും കൂടി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് നല്ലൊരു മരത്തടിയിലേക്ക് ഫിക്സ് ചെയ്തപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. ഇത്തിൽക്കണ്ണിയുടെ ആണ് അല്ലേ? അപ്പൊ അതിന്റെ മറ്റേ ഇതൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ആ തടി മാത്രം എടുത്ത് ഫിക്സ് ചെയ്തിട്ടില്ല. എനിക്കോട് അതാണ് അതിന്റെ ഭംഗി വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ സാധാരണ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വിലയില്ല, പക്ഷെ ഇപ്പൊ ഇതിൽ കാണുമ്പോൾ എന്ത് രസമായിട്ടായിരിക്കുന്നത് അല്ലേ? നമുക്ക് പാഴായത് എന്ന് തോന്നുന്നതൊക്കെ തന്നെ ദീപയ്ക്ക് വിലപ്പെട്ടതാണ്. ഉള്ളിയുടെ തോല്, മീനിന്റെ ചെതുമ്പൽ, അങ്ങനെ പലതും. ഇതൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായ ചില അറേഞ്ച്മെന്റുകൾ ദീപ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് കാണാം. എങ്ങനെയാ ശരിക്കും ദീപയ്ക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നത്?
ചെറുപ്പം മുതൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഓർഗണ്ടി കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കില്ല, ഓർഗണ്ടി ക്ലോത്തും കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കോളേജൊക്കെ ആയപ്പോഴേക്കും ഫ്രഷ് ഫ്ലവേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ കൂടുതലും നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ഇതിപ്പോ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. അറേഞ്ച്മെന്റ്സ്, ഡ്രൈ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യാവുന്ന, ഇതൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇതെന്താണ്, ആന്തൂറിയമാണോ? ആന്തൂറിയം. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ഡ്രൈ ലീഫാണ്, കുരുമുളകിന്റെ ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതോ ഈ വള്ളിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, തണ്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് ഒരു പനയുടെ പൂവായിട്ടുള്ളതാണ്. ഓക്കെ, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കുരുമുളകിന്റെ ഇലയ്ക്ക് ആന്തൂറിയത്തിന്റെ ഒരു ഇതുണ്ട് കേട്ടോ, അല്ലേ? അത് കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്തു തോന്നും. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇതിപ്പോ വെറുതെ ഒരു ലീഫ് യൂസ് ചെയ്തിട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത്. ഓക്കെ, ഇത് മരക്കൂണല്ല, അതങ്ങനെ മുഴുവനായിട്ട് തന്നെ വലുതായിട്ട് എടുത്ത് കളർ ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ ശരിക്കും അതില് വേറെ ഈ നടുക്കൊക്കെ ചെയ്തിരിക്കുന്നതോ അതങ്ങനെ തന്നെ ഉണ്ടായോ? അല്ല, അത് മരത്തിന്റെ ചിന്തേർ തള്ളിയേക്കുന്നതാണ്, അത് ഫ്ലവർ ആയിട്ട് വെച്ചേക്കുന്നു. ശരി. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു നമുക്ക് ഇങ്ങനെ റോഡിലൊക്കെ കാണുന്ന ഒരു പുല്ലിന്റെ അതും കൂടെ മണിച്ചോളം എന്ന് പറഞ്ഞാൽ വെച്ചേക്കുന്നത്. ടോട്ടൽ ലുക്കേ മാറി. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതെ, ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. പല കൂണുകളും കൂടി ഒരുമിച്ച് പല കൂണുകളും ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ശരിയാ ശരി. ഞാൻ ഓർത്തിങ്ങനെ ഒറ്റ വലിയ പല കൂണുകൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ശരി. ഇപ്പൊ എനിക്ക് ശ്രദ്ധയോടെ എടുക്കണം അല്ലേ? ഇത് അടക്കയുടെ ഫ്ലവർ ആണ്. അടക്ക വെച്ചിട്ട് അടക്കയുടെ പുറത്തെ തൊലി വെച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തു. അല്ല, അത് ജസ്റ്റ് ഇങ്ങനെ പഴയ അടക്കയാണ്, 2 ദിവസം ചീഞ്ഞ പോലത്തെ അടക്കയത്. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചു. നടുവിലൊരു ഗ്ലിറ്റർ കൊടുത്തു. വെറുതെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഐഡിയ ആണ്. സാധാരണ അടക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ചീഞ്ഞ അടക്കൊക്കെ ആണെങ്കിൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോകില്ല, സ്മെല്ലും കൂടി വന്നിട്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് ആലോചിക്കുന്നതെന്ന് കണ്ടില്ല. അത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ടൈ ചെയ്ത് വെച്ചേക്കുക. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായി മാറി. മുഴുവൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. എനിക്ക് തോന്നുന്നു കൊടുക്കാതൊരു കുഴപ്പമില്ല അല്ലെ? രസമുണ്ട് കാണാൻ. ഓക്കെ, അതെന്താണ്? ഇത് പിസ്തയുടെ കൊണ്ട് ഉണ്ടാക്കിയാണ് ഫ്ലവറാണ്. പിസ്ത കൊണ്ട് കഴിക്കൽ മാത്രമല്ല ഉപയോഗം, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പിസ്തയുടെ തൊണ്ട് നടുക്കൊരു പുല്ലിന്റെ ഒരു ഇതാണ്, പുല്ലിന്റെ ഒരു പൂവാണ് റോട്ടിലൊക്കെ കാണുന്ന ഒരു പുല്ല് ഇതാണ്. ശരി. പിസ്ത സാധനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ദം വെച്ച് ഒട്ടിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ല, അങ്ങനെ വേപ്പ തന്നെ ഉണങ്ങി കിട്ടിക്കോളും. കുറച്ച് നേരം കഴിഞ്ഞ് മിക്കോളും. ഇതിന്റെ തണ്ട് തന്നെ ഉണ്ടല്ലോ, വേണമെങ്കിൽ വേറെ തണ്ട് പിന്നെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കളർ ചെയ്യുന്നതിലും നല്ലതൊരു നാച്ചുറൽ കളറായിരിക്കും. ഈ ഒരു അറേഞ്ച്മെന്റ് പക്ഷെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. ഇതിന്റെ ഒരു ബാസ്ക്കറ്റ് ചെയ്തിരിക്കുന്നതും എനിക്ക് തോന്നുന്നു പുല്ലുകൾ വെച്ചിട്ട് അത് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇത് എന്ത് തരം പുല്ലുകൾ? പലതരത്തിലും ഒരു പുല്ല് നമ്മളൊക്കെ ഒരു പുല്ലാണ്. അത് അതിന്റെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. മുകളിലത്തെ ഭാഗം ലീഫായിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചു, ഇത് അടിഭാഗമായിട്ടുള്ള. അപ്പൊ ഈ ഒരുമിച്ച് കെട്ടി വെച്ചേക്കാണത്. പക്ഷെ നല്ല രസമുണ്ട്. നോർമലി നമ്മൾ കാണാത്ത ഒരു ബാസ്ക്കറ്റ് ആയി. ഓക്കെ, അതിൽ കുറെ ലീഫൊക്കെ വെച്ചിട്ട് ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കും. ഈ പനയിൽ നിന്നൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? പനയുടെ പോർഷനൊക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഒരു എണ്ണപ്പനി ഉണ്ടല്ലോ, എണ്ണപ്പനിയുടെ ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കുന്നതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സൺഫ്ലവറിന്റെ ഒരു ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ എന്താണ്? പനയുടെ അല്ലേ? എണ്ണപ്പനയുടെ കൊലയാണിത്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു കൊലയായിട്ട് കിട്ടും. അപ്പൊ ഇതിപ്പോ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പക്ഷെ ദീപ ചെയ്തിരിക്കുന്ന ഇതിന്റെ പെറ്റൽ ഇതിങ്ങനെ എടുത്തിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതൊരു പ്രത്യേക രീതിയിൽ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ്, ഒരു ഫ്ലവർ ആക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഫ്ലവർ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം.
അപ്പൊ ഒരു ബഞ്ച് ഓഫ് ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇതിനിടയിലും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോ കുറച്ച് ക്രിസ്മസ് റീറ്റ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതെന്താണ് ഒരു ക്രിസ്മസ് റീറ്റ്സിൽ എനിക്ക് തോന്നുന്നു എന്താണ് വള്ളിയോ? വള്ളിയാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി ഒരു വള്ളി കണ്ടു, അപ്പൊ ഞാനത് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതൊരു എന്താ റിംഗ് ആയിട്ടത് യൂസ് ചെയ്തു അല്ലേ? ഒരു ക്രിസ്മസ് ഇതായിട്ട് മാറ്റി അതിന്റെ പുറത്ത് കുറെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതെന്താ ലീഫാണോ? ലീഫാണ്, ഉണങ്ങിയ ലീഫാണ്, ഡ്രൈ ലീഫ് പെയിന്റ് ചെയ്തേക്കുന്നു. ക്രിസ്മസ് മറ്റേ ക്രിസ്മസ് ട്രീ എന്ന് പറയില്ലേ, അതിന്റെ ആ ലീഫാണത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ മറ്റേ ആ ചോളം അല്ലെ, മണിച്ചോളം അതും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്രാഫ്റ്റ്സ് ചുറ്റും നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ക്രാഫ്റ്റുകളാണ്. ഇപ്പൊ ക്രാഫ്റ്റ് അല്ലാതെ മറ്റെന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? കുക്കറി എനിക്ക് വലിയ താല്പര്യമാണ്. കുക്കറി ക്ലാസ് ഒക്കെ വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ക്രാഫ്റ്റും കുക്കറിയുമാണ് ഹോം സയൻസിന്റെ രണ്ട് മേഖലകളാണ് ഇഷ്ടം തോന്നുന്നു. ഓക്കെ, ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും പണിപ്പുരയിലാണോ? ഇപ്പൊ എനിക്കൊരു വെക്കേഷൻ ക്ലാസ്, പിള്ളേർക്ക് ഒരു വെക്കേഷൻ ക്ലാസ് പോലെ ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് ആയിട്ട്. അപ്പൊ പലരും എന്നോട് കുട്ടികളുടെ അമ്മമാര് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണ്ടോ എന്നുള്ള, അവർക്ക് ഒരു വെക്കേഷനിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ എക്സിബിഷന് വേണ്ടി. അതെ, അത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എന്താണ് ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ്? ഇത് എന്ത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന? ഇതൊരു സീഡാണ്. സീഡ് കട്ട് ചെയ്തു എന്നിട്ട് അത് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കാണിത്. ഓക്കെ, അങ്ങനെ എന്ത് പ്രത്യേകിച്ച് നമുക്ക് പേര് പറയാവുന്ന ഒരു സീഡ് ഒന്നും അല്ല, പക്ഷെ കണ്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അല്ലേ? എന്നിട്ട് അത് ഇതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതെ. ഓക്കെ, ഇനി ഇത് കൊള്ളാലോ. ഇതെന്തായിട്ട് യൂസ് ചെയ്യാനാണ്? വെറുതെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ്. ഇതെന്താണ് സംഭവം? ചൊരക്കാന്ന് പറയില്ലേ? ചൊരക്ക. അത് നല്ല ഉണങ്ങിയതാണ്. ഇത് ഉണങ്ങിയത് ശരിക്കും വാർണിഷ് അടിച്ച് വെച്ചേക്കുന്നത്. ഇതിനകത്ത് അതിന്റെ സീഡ് അതൊന്നും പോയിട്ടില്ല. അതിന്റെ തന്നെയാണത്. ഫ്ലവർ വേസ് ആയിട്ട് ചൊരക്കയും കൊണ്ട് ഫ്ലവർ വേസ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. കുറച്ചുകൂടി ചെറിയ ചൊരക്ക വെച്ചിട്ട് അതിന്റെ മേൽഭാഗം ചെയ്തു, ഇവിടെ താഴെ വെച്ചു. അത് അടിയിലേക്ക് ഫിക്സ് ചെയ്തിട്ട് അതപ്പോ ഇങ്ങനെ തന്നെ നമുക്കൊരു ഫ്ലവർ പോട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ശരിക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണത്. അപ്പൊ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓക്കെ, അതിൽ ആ നാച്ചുറൽ ആയിട്ടുള്ള ഹോൾസ് ഒക്കെ ഉണ്ട്. ഇത് പോളിഷ് ചെയ്തിട്ടില്ല. ഇതിപ്പോ പോളിഷ് ചെയ്തത്. ഇപ്പൊ പോളിഷ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും നാശം സംഭവിക്കാൻ യാതൊരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല അല്ലെ? കുറെ കാലമായിട്ട് യൂസ് ചെയ്തു. ഇതെന്താണ്? ഇത് അടക്കയുടെ പാള ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത്. ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പെറ്റൽ ഷേപ്പിൽ വെട്ടിയിട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതും അങ്ങനെയാണോ? ഇത് ഒരു നമ്മുടെ ഒരു റിംഗ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ? അതെ, പാളയും കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന രാന്തോറി. ഓക്കെ, അതിന്റെ കളർ കുറച്ച് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു ഗ്രീൻ ഫ്ലവറിന്റെ ഇടയിൽ സെറ്റ് ചെയ്തിരിക്കും, ഒരു ലീഫിന്റെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. സാധാരണ എനിക്ക് തോന്നുന്നു ഇത് ഫ്ലവർ അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്ന ലീഫ് അല്ലേ? അതെ അല്ലേ? അതിനിടയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്താണ്? അതായത് ഇതെന്താണ്? ഇത് പീച്ചിങ്ങയാണ്. അത് ശരി, പീച്ചിങ്ങ. ഇതല്ലേ പീച്ചിങ്ങ? അപ്പൊ പീച്ചിങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ആക്കിയിരിക്കുകയാണ്. അതിങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഒരു പീച്ചിങ്ങയിൽ നിന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, പീച്ചിങ്ങ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതിപ്പോ ഒരുപാട് പീച്ചിങ്ങകൾ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതിന്റെ ആ ചുറ്റും വെച്ചിരിക്കുന്ന എന്താണ്? ആ ലീഫായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഈ ലീഫാണ്. ഇതെങ്ങനെ യൂസ് ചെയ്തു? ഈ ലീഫ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഓക്കെ, നടുഭാഗം അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഷേപ്പിലേക്ക് വരും. അത് പഞ്ഞിയുടെ കായാണ്. ജസ്റ്റ് പെയിന്റ് അടിച്ചേക്കുന്നത്. ഉണങ്ങിയ പഞ്ഞിയുടെ വെറുതെ പെയിന്റ് ചെയ്ത് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു പൊത്തല്ലേ, ഒരു മരത്തിന്റെ ഒരു സൈഡിൽ ഒരു പൊത്ത് ഇങ്ങനെ കിട്ടിയപ്പോ അതിനകത്തേക്ക് ഈ പറയുന്ന പീച്ചിങ്ങയും എല്ലാം കൂടി ഫിക്സ് ചെയ്ത് ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളാണ് അല്ലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ കടന്നു വരുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത് ദീപയ്ക്ക്? നമുക്ക് പാഴ്വസ്തുക്കൾ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നമുക്ക് ഉപയോഗത്തിൽ പെടുത്താൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നല്ലത് അല്ലേ? ഓക്കെ ദീപ, എന്തായാലും ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും നടത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
ഒന്നും പാഴാക്കി കളയാനുള്ളതല്ല എന്ന സന്ദേശമാണ് ദീപ നൽകുന്നത്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം വിലപ്പെട്ടതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ വനിത ഇഷ്ടമായോ?